2019 ഇറങ്ങിയ ഒരു കിടിലൻ ആക്ഷൻ സൈഫൈ മൂവിയാണ് ജെമിനി മാൻ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആംഗ്ലി, അഭിനയിച്ചിരിക്കുന്നത് വിൽ സ്മിത്ത്. ഇത് മിക്കവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കൂട്ടിന് മുന്നേ കാണാഞ്ഞത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഷോട്ട് തന്നെ വെറുത്തു പോയേനെ. കാരണം അതുപോലെ സിമിലാരിറ്റി ആയിട്ടാണ് വെങ്കട് പ്രഭു എടുത്തു വെച്ചിരിക്കുന്നത്. ജെമിനി മാനിലെ ഫസ്റ്റ് ഷോട്ട് പോലും അതേപടി എടുത്തു വെച്ചിട്ടാണ് ഈ പുള്ളി വന്നിട്ട് ഗോട്ടിൻ്റെ ഇൻ്റർവ്യൂസിന് മുഴുവൻ ഈ തള്ളിയത്. ജെമിനി മാനിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആകെ ഡി ഏജിങ് മാത്രമേ എന്ന കൺസെപ്റ്റ്, ഡി ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് തള്ളിയ തള്ളൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പൊളിഞ്ഞായിട്ട് ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് ഇതെല്ലാം സെയിം ആയിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലായത്. പലരും പറഞ്ഞപ്പോഴും എനിക്കത്ര തോന്നിയില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ, ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ, നായകനൊരു ഏജൻറ്റാണ്. അയാൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ കായികപരമായിട്ടാണെങ്കിലും ബുദ്ധിപരമായിട്ടാണെങ്കിലും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു നായകൻ. അയാൾക്കെതിരെ അവരുടെ ടീം തന്നെ, ഇയാളുടെ ഗ്രൂപ്പ് തന്നെ ഇയാൾക്കെതിരെ തിരിയുന്നതും അങ്ങനെ ഇയാളുടെ ക്ലോണിനെ വെച്ച് ഈ നായകനെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു കൺസെപ്റ്റാണ്. ഡി ഏജിങ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡി ഏജിങ് കാര്യങ്ങളൊക്കെ കൊണ്ടും നല്ലൊരു സിനിമ, നല്ല ആക്ഷൻ, ഒരു നല്ല രീതിയിൽ ആക്ഷൻ സൈഫൈ എല്ലാം ആ ജേണറിനോട് നല്ല രീതിയിൽ നീതി പുലർത്തിയ ഒരു സിനിമ. ഇത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കാത്തൊരു സിനിമ തന്നെയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും.